മക്കളെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി അയക്കല്ലേ. അങ്ങനെ അയച്ചാലേ നല്ല ഒന്നാം തരം പണി കിട്ടും. പറയുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, കെ സുരേന്ദ്രനെ കുറിച്ചാണ്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയധികം വിമർശനം കേട്ട ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടാകില്ല. അത്രത്തോളം വിമർശനങ്ങൾ, ട്രോളുകൾ, എന്തിനേറെ പറയുന്നു, അദ്ദേഹത്തെ ഉള്ളിസുര എന്ന് വരെ വിളിച്ച് കളിയാക്കി അദ്ദേഹത്തെ മൊത്തത്തിൽ നാറ്റിച്ച കുറേ ആളുകൾ നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനൊന്നും സുരേന്ദ്രൻ പലപ്പോഴും ചെവി കൊടുക്കുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. ഒന്ന് പോടെ ഇറക്കാം, അതിൻ്റെ പണി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുച്ഛിച്ച് തള്ളുന്നതാണ് കണ്ടിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ മറ്റൊരു വെർഷൻ അതാണ് കെ സുരേന്ദ്രൻ എന്ന് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്. അതൊരു BJP അധ്യക്ഷൻ എന്ന നിലയിലല്ല, കാര്യങ്ങളെ നേരിടുന്ന കാര്യത്തിലാണ്. സുരേന്ദ്രനോട് നിശ്ചിതമായി സുരേന്ദ്രനെ പല കാര്യങ്ങളിലും വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ നേതൃപാടവമില്ലായ്മയാണ് പലപ്പോഴും പാർട്ടിയെ, അല്ലെങ്കിൽ കേരളത്തിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പലപ്പോഴും നമ്മൾ ഉന്നയിക്കാറുണ്ട്. അതൊക്കെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ പാർട്ടി വളരണം എന്നുള്ളതല്ല, അതിൻ്റെ നേതാക്കൾ കുറച്ചുകൂടി കാര്യമായി ചിന്തിച്ച് പാർട്ടിയെ വളർത്തണം എന്നുള്ളതിലാണ്. അതിപ്പോൾ കോൺഗ്രസിനെ ആയാലും CPM-നെ ആയാലും ഒക്കെ നിശ്ചിതമായി വിമർശിക്കും. അതുപോലെ തന്നെയാണ് BJP-യെ വിമർശിക്കുന്നത്. നമുക്കൊരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്. സത്യത്തിൽ കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, കെ സുരേന്ദ്രനെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ ആക്കിയാൽ സത്യത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല തന്നെ വേറെ ലെവലിലേക്ക് മാറും എന്നുള്ളതാണ്. എന്നാ ഇംഗ്ലീഷാന്നേ അദ്ദേഹം പറയുന്നേ, ചറുവറ. ഞാൻ ഇംഗ്ലീഷ് പറയണോ? ഞാൻ ഇംഗ്ലീഷ് പറയാം. മാധ്യമങ്ങൾ വിചാരിച്ച് കുറച്ച് ട്രോള് കിട്ടും, അദ്ദേഹം ഇംഗ്ലീഷ് പറയട്ടെ എന്നാണ് വിചാരിച്ചത്. അമ്മച്ചിയാണ് സത്യം. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് കേട്ടപ്പോൾ വായും തുറന്നിരിക്കേണ്ട അവസ്ഥയുണ്ടായി. ശശി തരൂറിൻ്റെയൊക്കെ ഒരു മോഡലിലേക്കാണ് അദ്ദേഹം ഇംഗ്ലീഷ് പറയുന്നത്. ഇത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവും പറ്റുമെങ്കിൽ നമ്മുടെ യുവജന കമ്മീഷൻ മുൻ ചെയർപേഴ്സൺ ഇപ്പോൾ CPM നേതാവും ഒക്കെ ആയ ചിന്തോ ജെറോമൊക്കെ ഒന്ന് കാണണം. കാരണം എഴുതി വെച്ച് പഠിച്ച് പറഞ്ഞാൽ പോലും UKG പിള്ളേർ ഇതിൽ നല്ല ഇംഗ്ലീഷ് പറയും, ബിന്ദു ചേച്ചിയും ചിന്ത ചേച്ചിയും പറയുന്നത്. പക്ഷേ അതിലും ഏറ്റവും നന്നായി സുരേന്ദ്രൻ ഇംഗ്ലീഷ് പറയുന്നത് കേൾക്കുമ്പോൾ എവിടെയൊക്കെയോ ഒന്ന് ചിന്തിച്ചു പോയി. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല എങ്ങനെയെങ്കിലും കെ സുരേന്ദ്രൻ്റെ കയ്യിലൊന്ന് കൊടുക്കാൻ പറ്റുമോ? അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പറയുന്നത് തള്ളാണെന്ന്. അല്ലട പോയി, തള്ളൊന്നും അല്ല, സത്യവാ. ഇല്ലെങ്കിൽ ഇതേ കണ്ടു നോക്ക്. English പറയണം. What is your understanding about BJP? Wait, he cannot understand Malayalam. I will tell you in English. എങ്ങനെ ഇരിക്കണ് ഇപ്പം മനസ്സിലായില്ലേ? സൂപ്പർ അല്ലേ? എന്ത് ഇംഗ്ലീഷാണ് അങ്ങേര് പറയണത്. നല്ല ഒന്നാം തരം സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളില്ലാതെ, ഗ്രാമർ മിസ്റ്റേക്കുകളില്ലാതെ നല്ല പൊളിച്ചടുക്കി മാധ്യമങ്ങളുടെ അണ്ണാക്കിലൊക്കെ കൊടുത്തെന്ന് നമ്മൾ പറയൂലേ. ട്രോളിന് ഒരു ഇഞ്ച് പോലും ഒരൊറ്റ എണ്ണത്തിനും കിട്ടിയിട്ടില്ല. നല്ല ഒന്നാം തരം ഇംഗ്ലീഷ് അങ്ങേര് പഠിച്ച്, അല്ലെ CBSE സ്കൂളിലായിരിക്കും പഠിച്ചു വന്നത് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല ഒന്നാം തരം മലയാള സ്കൂളിൽ പഠിച്ചു വന്ന കെ സുരേന്ദ്രൻ അദ്ദേഹം കൃത്യമായി വിദ്യാഭ്യാസം നടത്തേണ്ട സമയത്ത് വിദ്യാഭ്യാസം നടത്തി. പിന്നെ എനിക്ക് തോന്നുന്നു വാഴക്കുലയിലൊന്നും ആയിരിക്കില്ല അദ്ദേഹം PhD എടുത്തത്. അദ്ദേഹത്തിന് PhD ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ആ രീതിയിലായിരിക്കില്ല PhD എടുത്തത്. പിന്നെ ഈ എന്താ പറയുക, യുവമോർച്ച എന്നൊക്കെ വന്ന ആളായതുകൊണ്ട് പണ്ട് ഈ സഹാക്കന്മാരായിരുന്നല്ലോ കോളേജൊക്കെ ഭരിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സമയം ആയതുകൊണ്ട് തുണ്ട് വച്ചും കണ്ടെഴുതിയും കോപ്പി അടിച്ചൊന്നും അല്ലായിരിക്കും പാസ്സായത്. കൃത്യമായി പഠിച്ച് പാസ്സായത് കൊണ്ടായിരിക്കും നന്നായിട്ട് സംസാരിക്കാനും നന്നായിട്ട് പറയാനും ഒക്കെ കഴിയുന്നത്. ഈ കോപ്പി അടിച്ചും ജയിച്ചും കണ്ടവൻ്റെ പേപ്പർ നോക്കി എഴുതിയും തുണ്ട് വച്ചൊക്കെ എഴുതുമ്പോഴാണല്ലോ നമ്മുടെ വീട് നമ്മുടെ തലയിലാണ്, രാജ്യം നമ്മുടെ തലയിലാണ് എന്നൊക്കെയുള്ള ഇത് വരുന്നത്. അതും പറയുന്നത് ചുമ്മാന്നല്ല. നിങ്ങളെ പലരും കേട്ടിട്ടുണ്ടാകും. ഞാൻ ഈ പറയണത് എന്തെങ്കിലും തള്ളാണോ കള്ളമാണോ? ഇതേ കേട്ടു നോക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ തലയിലെ വീടിൻ്റെ ഭാരത്തെക്കുറിച്ച് ഒന്ന് കേട്ടിട്ട് വരാം. Hierarchical, pyramidal and women reside at the bottom. Actually, what is politics? Politics, I think. ഇപ്പം മനസ്സിലായല്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു നിലവാരം എത്രയാണെന്നുള്ളത്. ഇത് മാത്രമല്ല, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ചേച്ചി നമ്മുടെ P. ജയചന്ദ്രൻ മരിച്ചപ്പോൾ ഇരിങ്ങാലക്കുട പ്രൈഡ്സ് എന്നാണ് അവർ പറഞ്ഞത്. എന്താണ് അതിൻ്റെ അർത്ഥമെന്നുള്ളത് ഇപ്പോഴും ഏത് നിഘണ്ടുവിലും, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിഘണ്ടുവിൽ വരെ അന്വേഷിച്ചിട്ട് അതിൻ്റെ അർത്ഥം അമ്മച്ചിയാണ് സത്യം. എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അതിന് ശേഷം നമ്മുടെ ചിന്ത, ഇവർ രണ്ടുപേരും ആണല്ലോ ഇംഗ്ലീഷ് ഇങ്ങനെ കടുവറ എന്ന് പറഞ്ഞ്
ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പൊട്ട ഇംഗ്ലീഷ്, ഈ ചിന്തയുടെയൊക്കെ ഇംഗ്ലീഷ് കേട്ടിട്ട് പല LKG കുട്ടികളും ഇതിലും നന്നായിട്ട് ചിന്തയെ ഇംഗ്ലീഷ് പഠിപ്പിക്കാമെന്നും പറഞ്ഞ് പലരും ചിന്തയുമായി ബന്ധപ്പെടുന്നു എന്നാണ് കേൾക്കുന്നത്. ഞങ്ങൾ ചിന്തയെ വെച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കാം, ബിന്ദു വെച്ച് ഇംഗ്ലീഷ് പഠിക്കാം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടറാണ്, ഡോക്ടർ ബിന്ദുവാണ്. ഏതും ഇംഗ്ലീഷിലാണ് അവരുടെ PhD എന്ന് പറയുന്നത്. പ്രൊഫസറായിരുന്നു കോളേജിലെ. ഒന്ന് ആലോചിച്ച് നോക്കണേ, നമ്മുടെയൊക്കെ പിള്ളേരുടെ ഒരു ഗതികേട്, ഇവരൊക്കെ പഠിപ്പിച്ച കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അറിവില്ലാത്തതും വിവരമില്ലായ്മയും ഒരു തെറ്റെന്നല്ല പറയുന്നത്. ഇപ്പോൾ എന്നോടൊക്കെ ഒരു 5 മിനിറ്റ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞാൽ ഞാനൊക്കെ ആകാശത്ത് നോക്കി ഒരു അരമണിക്കൂർ ഇങ്ങനെ നിൽക്കും. എൻ്റെ അമ്മയെ ദേഹമൊക്കെ വേർത്ത് കൈയും കാലുമൊക്കെ വിറയ്ക്കും, നടക്കത്തില്ല, വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇംഗ്ലീഷ് ഒരു 5 മിനിറ്റ് നിർത്താതെ സംസാരിക്കാൻ പറഞ്ഞാൽ പെട്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്കറിയാത്തത് അറിഞ്ഞൂടാന്ന് ധൈര്യമായി പറയാൻ ആരെയാണ് ഭയക്കുന്നത്? അപ്പോൾ ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ ആ മലയാളത്തിലെ ഉത്തരം പറയൂ. ഇവിടുത്തെ എത്രയോ നടിമാർക്ക് പലർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന നടിമാർ നമ്മൾ കണ്ടിട്ടില്ലേ? മഞ്ജു വാര്യറൊക്കെ. എൻ്റെ അമ്മേ, ഏത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയി ഒരു ഇംഗ്ലീഷ് പഠിച്ചെന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം തമിഴ്നാട്ടിലെ ഒരു പഠിച്ച് വളർന്ന മഞ്ജു വാര്യറൊക്കെ പോലെയുള്ള ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നവർ എന്താ വാഷ് ബൂഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് അങ്ങ് പച്ചവെള്ളം കുടിക്കുന്നത് പോലെയാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ അന്തം വിട്ടു, എങ്ങനെയാണ് ഇതെന്ന്. പക്ഷെ മറ്റു പലരും ബബ അടിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതൊരു തെറ്റായിട്ടോ ആരെയും പുച്ഛിക്കുന്നതോ ആരെയും തള്ളിപ്പറയുന്നതോ ഒന്നും അല്ല. നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളെ എനിക്ക് അറിഞ്ഞൂടാ. ആരും നമ്മളെ പിടിച്ച് തിന്നാനും കൊല്ലാനും ഇതിനൊന്നിനും പോണില്ല. നമുക്ക് അറിഞ്ഞൂടാത്തത് അറിഞ്ഞൂടാ എന്ന് തന്നെ പറയണം. ഇപ്പം നമ്മളൊക്കെ വാർത്ത ചെയ്യുമ്പോൾ എത്രയോ പേര് താഴെ വന്ന് കമൻറ്റ് ചെയ്യും, നമ്മുടെ അവതരണം പോരാ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ശരിയല്ല, ആ പറഞ്ഞ വാക്ക് തെറ്റാണ്. കുറേയൊക്കെ വിമർശനങ്ങളെ നമ്മൾ കൃത്യമായി ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ശരിയാണ്, അവർ പറയുന്നതിൽ കാരണമുണ്ടാകും. അതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരാനും കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒക്കെ പഠിക്കും. ഇത് ഞാൻ CPM ആയതുകൊണ്ട്, കാരണം ഇവരുടെയൊക്കെ കയ്യിൽ തീവ്രത അളക്കുന്ന, പീഡനത്തിൻ്റെ തീവ്രത അളക്കുന്ന വാവിനിയൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിച്ചാലും എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരമില്ലാത്തവരെയാണ് കൂടുതലും മന്ത്രിപദങ്ങളിലേക്ക് പിണറായി സജസ്റ്റ് ചെയ്യുന്നത്. അതായത് എന്നെക്കാട്ടിലും കൂടുതലായിട്ട് ആരും വളരരുത്, എന്നെക്കാട്ടിലും കൂടുതൽ അറിവ് ആർക്കും ഉണ്ടാവരുത്. ഞാൻ പറയുന്നത് എത്ര പൊട്ടത്തരമാണെങ്കിലും അത് കേട്ടും നിൽക്കുന്നവരായിരിക്കണം കൂടെ ഉള്ളവരെന്നുള്ള പിണറായിയുടെ ഒരു വല്ലാത്ത ഒരു എന്താ പറയുക, ഒരു അതിബുദ്ധി, അതാണ് ഒരു കുശാഗ്ര ബുദ്ധി. അതാണ് ഈ ബിന്ദുവിനെ പോലെ ഉള്ളവരെയൊക്കെ പിടിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി വച്ചേക്കുന്നത്. സ്വയം ബിന്ദു തിരുത്തിയാൽ നന്നായിരിക്കില്ലെങ്കിൽ സുരേന്ദ്രൻ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങാൻ സാധ്യതയുണ്ട്. ബിന്ദു ചേച്ചി ഒന്ന് പോയി ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് ചിന്തയും കൂടെ ഒന്ന് കൂട്ടി, ഒറ്റയ്ക്ക് പോകാൻ മടിയാണെങ്കിൽ വേണ്ട, ചിന്തയും കൂടെയൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയി രണ്ടുപേരും കൂടെ പഠിക്കുന്നേ. അല്ലെങ്കിൽ ഇടയ്ക്ക് വീണ ജോർജിനെയൊക്കെ വിളിച്ചോണ്ട് പോവാം. പണ്ട് മാധ്യമപ്രവർത്തകയായിരുന്നല്ലോ, അവർക്കറിയായിരിക്കുമല്ലോ ഇങ്ങനെ ഇരുന്ന് ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ മാധ്യമങ്ങൾ എങ്ങനെ എടുത്തിട്ട് ട്രോളുമെന്നൊക്കെ ഉള്ളത്. സത്യത്തിൽ തിരുത്താൻ വേണ്ടി പറയണതാണ്. നിങ്ങളോട് പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു വ്യക്തിവൈരാഗ്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയോടോ നിങ്ങളോടോ ഒന്നും, ഞങ്ങൾക്ക് എല്ലാ പാർട്ടിക്കാരും ഒരുപോലെയാണ്. ഞങ്ങൾക്ക് പിന്നെന്താ CPM എന്നോ UDF എന്നോ BJP എന്നോ പിന്നെ ഈ തരത്തിലുള്ള ഒരു വേർതിരിവുമില്ല. പക്ഷേ ജനങ്ങൾ ഇത് കാണുമ്പോൾ, നിങ്ങളെ കണ്ടു വളരുന്ന ഒരു സമൂഹമുണ്ട്. ഇപ്പോൾ പഴയ തലമുറയിലൊക്കെ അറിയാം നിങ്ങളെ കാണിച്ച ഏതുവരെ കാണിക്കുമെന്നുള്ളത്. പക്ഷേ പുതിയ കുറേ യുവാക്കളുണ്ട്, അവരിത് കാണിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിയെക്കുറിച്ചുള്ള ഒരു മതിപ്പ് അങ്ങോട്ട് പോയി കിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ബിന്ദുവച്ചി ചിന്തയച്ചിയൊക്കെ പറ്റുമെങ്കിൽ സുരേന്ദ്രൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലൊന്ന് പോയി പഠിച്ച് നല്ല മിടുക്കികളായിട്ട് തിരിച്ചു വരാൻ നോക്കുക.